ചേഷ്ടകളൊക്കെ ഇത് മതി, ഓവറായി പോകരുത്. ഏയ് ആ, സന്യാസിയാണെന്നും പറഞ്ഞ് ഇടയ്ക്ക് നിന്റെ തനി സ്വഭാവം ഒന്നും കാണിച്ചേക്കരുത്. ആൾക്കാർ കയറി നിന്നെ അങ്ങ് മേയും. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എടാ പേടിക്കാതെടാ. എന്റെ വന്ദനയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ആ അളിയ, ഈ സന്യാസിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില സംസ്കൃത വാക്കുകളൊക്കെ പറയണ്ടേ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. ആ. നിന്റെ മലയാളം വാക്ക് നിന്റെ ബോറ. അതിന്റെ കൂടി ഇനി സംസ്കൃതം കൂടി വേണ്ട. മലയാളം തന്നെ സന്യാസിയുടെ ടോണിലും സ്റ്റൈലിലും ഒക്കെ പറഞ്ഞാ മതി. കേട്ടല്ലോ? ഇല്ലേ? ആ ആ, ദേ. അവര് വരുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സന്യാസി വേഷം ശരിക്കും തകർക്കണം. ഓക്കെ അളിയ. ആ വാ. ചെരുപ്പ് ആരും വേണ്ട, നീ വാ. തിരുമേനി, താലി പൂജയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. താലി കൊണ്ടുവന്നിട്ടുണ്ട്. പയ്യന്റെ പേരും നാളും? ഗൗതം, തൃക്കേട്ട നക്ഷത്രം. വന്ദന, ചതയ നക്ഷത്രം. ആയിക്കോട്ടെ. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് താലി തന്നേക്കൂ. ആദ്യം മനസ്സിൽ ദേവീ മന്ത്രം ഉരുവിടണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതിനുശേഷം താലി തട്ട് കൈമാറുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. താലി നിലത്ത് വീണുപോയല്ലോ. എന്ത് പറ്റി സുഭദ്രാമേ? അറിയില്ല തിരുമേനി. അശുഭലക്ഷണം. മാനത്തെ കൊട്ട